ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സെൽവൻസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ വീഡിയോ ആണ്. കാരണം നമ്മൾ തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വടക്കുന്നാഥൻ്റെ മുൻപിൽ, അതായത് തൃശ്ശൂർ ആ റൗണ്ടിന് ചുറ്റുമായിട്ട് ഒരുപാട് നമ്മൾ ഈ ഓണത്തോടനുബന്ധിച്ചിട്ട് ഒരുപാട് ആളുകൾ, അതായത് തൃക്കാക്കരപ്പൻ മുതൽ എന്താണ് വീട്ടിലേക്ക് വേണ്ടതെന്നുള്ളത് ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഈ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് കളിമണ്ണ് വെയിലത്ത് വെച്ച് ഉണക്കി അതിൽ ഡിസൈൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, കാരണം എനിക്ക് തോന്നുന്നു ഇത്രയും അധികം കാണാറില്ല, പക്ഷേ ഇത്തവണ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. കാരണം തൃക്കാക്കരപ്പനാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അതുകൂടാതെ മൺചട്ടികൾ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് ഒക്കെ ചെയ്താൽ വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്താ പറയുക, ചട്ടികൾ ഒരുപാടുണ്ട് ഇവിടെ. ചട്ടികൾ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ചട്ടിയുണ്ട്. ഇപ്പോൾ ഈ ഒരാൾ മാത്രമൊന്നുമല്ല, ഈ നമ്മുടെ വടക്കുന്നാഥൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഇതിന് ഒരു എന്താ പറയുക, റൗണ്ട് മൊത്തമായിട്ട് ഒരുപാട് ഈ ഓണമായിട്ടാണ് ഈ കൂടുതലും ഇങ്ങനെ ആളുകൾ ഇവിടെ ഒക്കെ വന്നേക്കണത്. കാരണം തൃക്കാക്കരപ്പനൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കി പെയിൻ്റ് അടിക്കുന്നുണ്ട്. എന്താ പറയുക, പെയിൻ്റ് അടിക്കുന്നത് വെച്ചാൽ നമ്മൾ കളർ ചെയ്യുന്നുണ്ട്. കാരണം പ്രായമുള്ള അമ്മാമ്മമാരൊക്കെ ഉണ്ട് അത് ചെയ്യുന്നത്. ഭയങ്കര രസമാണ് കണ്ടിരിക്കാനായിട്ട്. കാരണം നമുക്കിതൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയകാല ഓർമ്മകളിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ഫീല് വരുന്നുണ്ട്. പിന്നെ സാധനങ്ങൾ നമ്മൾ പണ്ടത്തെ പോലെയല്ല, അത്യാവശ്യം പൈസ ഉണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു തൃക്കാക്കരപ്പൻ്റെ വില ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് 500 രൂപയാണ് ഒരു തൃക്കാക്കരപ്പൻ. പിന്നെ വേറെ ഒരെണ്ണം ചോദിച്ചപ്പോൾ 700 രൂപ, പിന്നെ 50 രൂപയുടെയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം സാധാരണ മണ്ണല്ല. ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിമണ്ണ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കളിമണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇത് ചൂളയിൽ വെച്ചിട്ട് വേവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർ വെയിലത്ത് വെച്ചിട്ടാണ് ഇത് ഉണക്കിയെടുക്കുന്നത്. പിന്നെ ഒരു കൈ കൊണ്ട് തന്നെയാണ് ഇതിൽ ഡിസൈൻ ചെയ്യണത്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ അടുത്തുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തൃക്കക്കരപ്പനൊക്കെ വന്ന് വാങ്ങിച്ചിട്ട് പോവാം. 50 രൂപയുടെയൊക്കെ ഉണ്ട് കേട്ടോ. 50 രൂപയുടെ തൃക്കക്കരപ്പനുണ്ട്. പിന്നെ ഇങ്ങനെ കൂടുതലാണ്. പിന്നെ ഇവർ പറയുന്ന വില നോക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മളുടെ ഐഡിയ പോലെയൊക്കെ നമുക്ക് വാങ്ങിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.